മുത്തങ്ങ വെടിവയ്പിലേക്ക് നയിച്ച സംഭവങ്ങൾ മുത്തങ്ങയിൽ മാത്രമല്ല നടന്നത്. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് 2002 നടത്തിയ കുടിൽകെട്ടൽ സമരത്തോടെയാണ് ആദിവാസി പ്രശ്നം ഇടവേളയ്ക്കു ശേഷം വീണ്ടും പൊതുമണ്ഡലത്തിലേക്ക് എത്തുന്നത്. 48 ദിവസം നീണ്ട സമരത്തിനൊടുവിൽ എല്ലാ ആദിവാസി കുടുംബങ്ങൾക്കും 5 ഏക്കർ വീതം ഭൂമി നൽകാമെന്ന് സർക്കാർ സമ്മതിച്ചു. ഗോത്ര മഹാസഭാ നേതാക്കളായ എം ഗീതാനന്ദൻ, CK ജാനു ഇവർ മുഖ്യമന്ത്രി AK ആന്റണിയുമായി നടത്തിയ ചർച്ചകളായിരുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ വയനാട്ടിൽ ഭൂമി നൽകാൻ കഴിഞ്ഞില്ല. റവന്യൂ ഭൂമി ലഭ്യമല്ല എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. കരാർ ലംഘിക്കുകയാണെന്ന് ആരോപിച്ച് ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ മുത്തങ്ങയിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രം കയ്യേറി ഊരായി പ്രഖ്യാപിച്ചു. കേന്ദ്ര വനം മന്ത്രി TR ബാലു ആദിവാസികളെ ഒഴിപ്പിക്കണമെന്ന് സർക്കാരിന് കത്തു നൽകി. 19-ന് നൂൽപ്പുഴ പഞ്ചായത്തിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അന്നാണ് യഥാർത്ഥ പോലീസ് നീക്കവും ഉണ്ടായത്. തകരപ്പാടി വഴി വൻ പോലീസ് സംഘമാണ് ആദിവാസി മേഖലകളിലേക്ക് മാർച്ച് ചെയ്തത്. കണ്ണൂർ AAP ബറ്റാലിയനിൽ നിന്നുള്ള പോലീസുകാരും സുൽത്താൻ ബത്തേരി, മാനന്തവാടി സ്റ്റേഷൻ പരിധികളിലെ പോലീസുകാരും ഈ സംഘത്തിലുണ്ടായിരുന്നു. 750 കോൺസ്റ്റബിൾമാരുടെ സംഘമായിരുന്നു അത്. വനം വകുപ്പ് ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്നു.